എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5-6 കഷ്ണം ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഇത്ര നീളത്തിൽ തന്നെ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3-4 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടി ഉണ്ടെങ്കിൽ അതിടാം. ഞാനിപ്പോൾ ഉലുവ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതോടൊപ്പം ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയോടൊപ്പം ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഞാൻ സാദാ മുളക് പൊടി, എരിയുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതോടൊപ്പം ഒരു നല്ല കളറായിട്ടിരിക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും മതി നമുക്ക് പൊടികളായിട്ട്. ഇനി അതോടൊപ്പം നമുക്ക് ഈ മീൻ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുടംപുളിയാണ്. കുടംപുളി ആവശ്യത്തിന് നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ എത്രയും കൂടുതലുണ്ടോ അത്രത്തോളം പുളി. ഞാനിപ്പോൾ ഒരു 3 കഷ്ണം പുളി നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. അത് ആ ഒരു വെള്ളം ഉൾപ്പെടെ ഞാൻ ഇതിലേക്കങ്ങ് ഒഴിക്കുന്നുണ്ട്. പുളി കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചതാട്ടോ. അപ്പോൾ അതുകൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കറിക്ക് എത്രത്തോളം ചാറ് വേണോ അതിന് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നികന്നിരിക്കുന്ന രീതിയിൽ അത്രയും വെള്ളം ഒഴിച്ച് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈ വെച്ച് തന്നെ നന്നായി ആ പൊടികളൊക്കെ നന്നായി ഒന്ന് കലങ്ങി വരുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ആകുമ്പം നമ്മുടെ ആ ഒരു ചാറൊക്കെ ഒന്ന് കുറുകി വരും. ആ ഒരു നേരത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയാണിത്. കടുക് താളിക്കുകയോ അല്ലെങ്കിൽ കടുക് വറുത്ത് പൊടികൾ അതിൽ മൂപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻ കറിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ആ പച്ചയ്ക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടേക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ആ ഇഞ്ചിയുടെയൊക്കെ തന്നെ ഒരു പ്രത്യേക മണം നമ്മുടെ ഒരു മീൻ കറിക്ക് കിട്ടും. മൂപ്പിച്ചിടുന്നതിനേക്കായി നല്ല സ്വാദുള്ളൊരു മീൻ കറിയാണ്. എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എനിക്ക് അത്രത്തോളം വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി ഇതേ നല്ലതായിട്ട് ചാറൊക്കെ ഒന്ന് കുറുക്കി ആവശ്യത്തിന് നമുക്ക് ഇത് ചാറ് കുറുക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് നമ്മുടെ മീൻ കറി പറ്റിച്ചെടുക്കാം. ഈ ഒരു മീൻ കറി നന്നായി പറ്റി കുറുകിയിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇതുപോലെ നല്ല ചാറ് കുറുക്കി ഞാൻ പറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കേ.